വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് മനസ്സിലാക്കി. അപ്പോൾ യാക്കോബ് തൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇതാ ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ ചെന്ന് നമുക്ക് വേണ്ടി ധാന്യം വാങ്ങുവിൻ. അങ്ങനെ നാം ജീവിക്കട്ടെ, നമ്മൾ മരിക്കാതിരിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് ധാന്യം വാങ്ങാനായി ജോസഫിൻ്റെ 10 സഹോദരന്മാർ ഇറങ്ങിത്തിരിച്ചു. അവൻ എന്തെങ്കിലും അപകടം പിണഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞ് യാക്കോബ് ജോസഫിൻ്റെ സഹോദരനായ ബെഞ്ചമിനെ അവൻ്റെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം വാങ്ങാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ മക്കളും പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ആ നാട്ടിലെ മേലധികാരി. അവനാണ് നാട്ടുകാർക്കെല്ലാം ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് നിലം പറ്റി മുഖം താഴ്ത്തി അവനെ വണങ്ങി. ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അപരിചിതനെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, ഭക്ഷ്യധാന്യം വാങ്ങാൻ കാനാൻ ദേശത്തു നിന്ന്. ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ അവനോട് പറഞ്ഞു, അല്ല എൻ്റെ യജമാനനെ, അങ്ങയുടെ ദാസന്മാർ വന്നിരിക്കുന്നത് ഭക്ഷ്യധാന്യം വാങ്ങാനാണ്. ഞങ്ങളെല്ലാവരും ഒറ്റയാളുടെ മക്കളാണ്. ഞങ്ങൾ സത്യസന്ധരാണ്. അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല. അവൻ അവരോട് പറഞ്ഞു, അല്ല, തീർച്ചയായും നാടിൻ്റെ ബലക്ഷയം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്. കാനാൻ ദേശത്തുള്ള ഒരാളുടെ പുത്രന്മാർ. ഇതാ ഇളയവൻ ഇന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ്. എന്നാൽ ഒരുവൻ ഇല്ലാതായി. ജോസഫ് അവരോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചാരന്മാരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനാൽ നിങ്ങൾ പരിശോധിക്കപ്പെടും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നിട്ടല്ലാതെ ഫറവോയുടെ ജീവനാണെ നിങ്ങൾ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൊണ്ടുവരാനായി നിങ്ങളിൽ നിന്ന് ഒരുവനെ അയക്കുവിൻ. അപ്പോൾ നിങ്ങളാകട്ടെ തടവിലായിരിക്കും. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ സത്യമോ എന്ന് തെളിയിക്കപ്പെടട്ടെ. അങ്ങനെയല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണെ നിങ്ങൾ തീർച്ചയായും ചാരന്മാരാണ്. അവൻ അവരെ 3 ദിവസം തടങ്കലിൽ സൂക്ഷിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഇത് ചെയ്യുവിൻ, എങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഞാൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥനായാൽ മതി. നിങ്ങൾ പോയി വീടുകളിലെ പട്ടിണിക്ക് ധാന്യമെത്തിക്കുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ സത്യസന്ധമെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയുമില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, കഷ്ടം, നമ്മുടെ സഹോദരൻ നമ്മോട് കേണപേക്ഷിച്ചപ്പോൾ അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും ചെവി കൊടുക്കാതിരുന്ന നമ്മൾ അവനെ പ്രതി അപരാധികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ ഇപ്രകാരം പ്രത്യുത്തരിച്ചു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നാൽ നിങ്ങൾ കേട്ടില്ല. ഇതാ അവൻ്റെ രക്തം തന്നെ പക വീട്ടുകയാണ്. ജോസഫിന് അത് മനസ്സിലാകുന്നുണ്ടെന്ന് അവർ കരുതിയില്ല. കാരണം അവർക്കിടയിൽ ഒരു ദ്വിഭാഷിയുണ്ടായിരുന്നു. അവൻ അവരിൽ നിന്ന് വിട്ടുമാറി കരഞ്ഞു. അവരുടെ പക്കൽ തിരിച്ചെത്തി അവരുമായി സംസാരിച്ചു. തുടർന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവരുടെ കൺമുമ്പിൽ വെച്ച് ബന്ധിച്ചു. ഓരോരുത്തൻ്റെ ചാക്കിലും അവനവൻ്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് അവർക്ക് കൊടുക്കാനും ജോസഫ് കൽപ്പിച്ച പ്രകാരം അവരുടെ ഭാണ്ഡങ്ങളിൽ അവർ ഗോതമ്പ് നിറച്ചു. അങ്ങനെയാണ് അവൻ അവരോട് ചെയ്തത്. ധാന്യം തങ്ങളുടെ കഴുതകളുടെ പുറത്തു കയറ്റി അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. വഴിയമ്പലത്തിൽ വെച്ച് ഒരുവൻ കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ ചാക്കു തുറന്നപ്പോൾ തൻ്റെ പണം കണ്ടു. ഇതാ അത് ചാക്കുകെട്ടിൻ്റെ വായ്ഭാഗത്ത്. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ പണം തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാ അത് എൻ്റെ കെട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഹൃദയം ഇടിഞ്ഞുപോയി.
അവർ ഭയം കൊണ്ട് വിറച്ച് പരസ്പരം പറഞ്ഞു, എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത്? കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്ത് വന്നെത്തിയപ്പോൾ തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു. ദേശാധിപനായ ആൾ ഞങ്ങളോട് പരുഷമായി സംസാരിച്ചു. നാടിനെ ഒറ്റുനോക്കാനെത്തിയവരായി അയാൾ ഞങ്ങളെ കണക്കാക്കി. ഞങ്ങൾ അയാളോട് പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരാണ്, ചാരന്മാരല്ല. ഞങ്ങൾ 12 സഹോദരന്മാരാണ്. ഞങ്ങളുടെ പിതാവിൻ്റെ മക്കൾ ഒരാൾ ഇല്ലാതായി. ഇളയവൻ ഇന്ന് കാനാൻ ദേശത്ത് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദേശാധിപനായ ആൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരാണോ എന്ന് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ സഹോദരനായ ഒരുവനെ എൻ്റെ അടുത്ത് നിർത്തുവിൻ. നിങ്ങളുടെ ഭവനങ്ങളിലെ പട്ടിണിക്ക് വേണ്ടത് എടുത്തുകൊണ്ടു പോകുവിൻ. പിന്നെ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ലെന്നും സത്യസന്ധരാണെന്നും എനിക്ക് ബോധ്യമാകും. നിങ്ങളുടെ സഹോദരനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നതുമാണ്. നിങ്ങൾക്ക് ഈ നാട് പ്രയോജനപ്പെടുത്തുകയുമാകാം. അവർ തങ്ങളുടെ ചാക്കുകൾ അഴിക്കുമ്പോൾ അതാ ഓരോരുത്തൻ്റെയും പണക്കിഴി അവനവൻ്റെ ചാക്കിൽ. അവരും അവരുടെ പിതാവും അവരുടെ പണക്കിഴികൾ കണ്ട് ഭയപ്പെട്ടു. അവരുടെ പിതാവായ യാക്കോബ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനപത്യനാക്കിയിരിക്കുന്നു. ജോസഫ് ഇല്ലാതായി, ശിമയോനും ഇല്ല. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് എതിരായി സംഭവിക്കുന്നു. റൂബൻ തൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ 2 പേരെയും അങ്ങേക്ക് കൊല്ലാം. അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ വരികയില്ല, കാരണം അവൻ്റെ സഹോദരൻ മൃതനായി. ഇനി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് ആപത്ത് സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ കഠിന ദുഃഖത്തിൽ പാതാളത്തിലേക്ക് തള്ളിവിടുകയായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം. നാട്ടിൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അവർ ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചുപോയി നമുക്ക് വേണ്ടി കുറച്ചുകൂടി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ. അപ്പോൾ യൂദ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങൾക്ക് കർശനമായി താക്കീത് നൽകിയിട്ടുണ്ട്. സഹോദരനെ ഞങ്ങളോടുകൂടെ അയക്കുമെങ്കിൽ ഞങ്ങൾ പോയി അങ്ങേക്കായി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങ് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ചോദിച്ചു, നിങ്ങൾക്കൊരു സഹോദരൻ കൂടിയുണ്ടെന്ന് അയാളോട് വിശദീകരിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത്? അവർ പറഞ്ഞു, അയാൾ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ച്, നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ, നിങ്ങൾക്ക് ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അയാളോട് ഇക്കാര്യങ്ങൾ ഇவ்விധം വിശദീകരിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അയാൾ പറയുമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? അപ്പോൾ യൂദ തൻ്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറായി യാത്രയാകേണ്ടതിന് കുട്ടിയെ എന്നോടൊപ്പം അയച്ചാലും. അങ്ങനെ നമ്മൾ അങ്ങും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കട്ടെ, നമ്മൾ മരിക്കാതിരിക്കട്ടെ. ഞാൻ തന്നെ അവന് ജാമ്യം നിൽക്കാം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം. അവനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരികെ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ എക്കാലവും ഞാൻ അങ്ങയോട് തെറ്റുകാരനായിരിക്കും. ഞങ്ങൾ ഇത്രയും വൈകാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ 2ാം പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു. അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് പറഞ്ഞു, അങ്ങനെ തന്നെയെങ്കിൽ ഇത് ചെയ്യുക. നാടിൻ്റെ വിശിഷ്ടോൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ചു തൈലം, കുറച്ചു തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടനണ്ടി, ബദാം പരിപ്പ് എന്നിവ നിങ്ങളുടെ ഭാണ്ഡങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടുചെല്ലുക. നിങ്ങളുടെ കയ്യിൽ 2 മടങ്ങ് പണവും എടുത്തുകൊള്ളണം. നിങ്ങളുടെ കെട്ടുകളിൽ വായ്ഭാഗത്ത് തിരികെ വച്ചിരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുപോകണം. ഒരുപക്ഷെ അതൊരു നോട്ടപ്പിശകായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുവിൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സർവശക്തനായ തമ്പുരാൻ നിങ്ങളോട് അനുകമ്പ കാണിക്കട്ടെ. അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെഞ്ചമിനെയും നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഞാനാകട്ടെ അനപത്യനെന്ന പോലെ പുത്രവിരഹം അനുഭവിക്കുന്നു.
അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് ഇരട്ടിപ്പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് ഇറങ്ങി തിരിച്ചു. അവർ ജോസഫിന്റെ മുമ്പിൽ സന്നിഹിതരായി. ജോസഫ് ബെഞ്ചമിനെ അവരോടുകൂടെ കണ്ടു. അപ്പോൾ അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു, ഈ ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ, ഒരു മൃഗത്തെ കൊന്ന് തയ്യാറാക്കുവിൻ. എന്തെന്നാൽ എൻ്റെ കൂടെയായിരിക്കും ഈ ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ജോസഫ് പറഞ്ഞ പോലെ അയാൾ ചെയ്തു. അയാൾ ആ ആളുകളെ ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജോസഫിൻ്റെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഭയമായി. അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ നമ്മുടെ കെട്ടുകളിൽ തിരികെ വെച്ച പണത്തെ ചൊല്ലി നമ്മുടെ മേൽ ചാടി വീഴുന്നതിനും നമ്മെ കീഴ്പ്പെടുത്തുന്നതിനും നമ്മെയും നമ്മുടെ കഴുതകളെയും അടിമകളായി പിടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ജോസഫിൻ്റെ വീട്ടുകാര്യസ്ഥനെ സമീപിച്ച് വീട്ടുവാതിൽക്കൽ വെച്ച് അയാളോട് സംസാരിച്ചു. അവർ പറഞ്ഞു, അല്ലയോ യജമാനനെ, കഴിഞ്ഞ തവണ ഭക്ഷ്യധാന്യം വാങ്ങുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിച്ചപ്പോൾ അതാ ഓരോരുത്തരുടെയും പണം, ഞങ്ങളുടെ തുക അതേപടി അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്തുണ്ടായിരുന്നു. ഞങ്ങൾ അത് ഞങ്ങളുടെ കൈവശം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷ്യധാന്യം വാങ്ങാൻ വേറെ പണവും ഞങ്ങളുടെ കൈവശം കരുതിയിട്ടുണ്ട്. പണം ഞങ്ങളുടെ കെട്ടുകളിൽ തിരികെ വച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്കു സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ദൈവമാണ് നിങ്ങളുടെ കെട്ടുകളിൽ നിങ്ങൾക്കായി നിധി നിക്ഷേപിച്ചത്. നിങ്ങളുടെ പണം എൻ്റെ പക്കൽ എത്തിയിട്ടുള്ളതാണ്. അയാൾ ശിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അനന്തരം അയാൾ അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർ തങ്ങളുടെ കാലുകൾ കഴുകി. അയാൾ അവരുടെ കഴുതകൾക്ക് തീറ്റയും കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ കേട്ടിരുന്നു. ജോസഫ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ അവന് വേണ്ടി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കാഴ്ച വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവർ അവനെ നിലം പറ്റി വണങ്ങി. അവൻ അവരോട് കുശലം അന്വേഷിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് സുഖം തന്നെയോ? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ കുനിഞ്ഞ് അവനെ വണങ്ങി. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ, തൻ്റെ തന്നെ അമ്മയുടെ മകനെ കണ്ടു. അവൻ ചോദിച്ചു, ഇവനാണോ നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ? തുടർന്ന് അവൻ പറഞ്ഞു, എൻ്റെ മകനെ, ദൈവം നിന്നോട് കനിവ് കാണിക്കട്ടെ. ജോസഫ് തിടുക്കം കൂട്ടി. കാരണം സഹോദരനെ പ്രതി അവൻ്റെ ഉള്ളം തുടിച്ചു. അവൻ കരയാൻ വെമ്പി ഉൾമുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ അവൻ കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം വിളമ്പുവിൻ. അവനും അവർക്കും പിന്നെ അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഈജിപ്തുകാർക്കും അവർ വിളമ്പിയത് പ്രത്യേകമായാണ്. ഹെബ്രായരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നതുകൊണ്ട് ഈജിപ്തുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല. അവൻ്റെ മുമ്പിൽ അവർ ഇരുന്നത് മൂത്തവൻ തൻ്റെ മൂപ്പനുസരിച്ചും ഇളയവൻ തൻ്റെ ഇളപ്പമനുസരിച്ചുമാണ്. ആ ആളുകൾ അന്യോന്യം വിസ്മയം പ്രകടിപ്പിച്ചു. അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന പങ്കുകൾ അവർക്കായി വീതിച്ചു. എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് എല്ലാവരുടെയും പങ്കുകളേക്കാൾ 5 മടങ്ങ് അധികമായിരുന്നു. അവർ അവനോടൊപ്പം പാനം ചെയ്തുല്ലസിച്ചു. 34-ാം സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എല്ലാ സമയവും വാഴ്ത്തും. എൻ്റെ അധരത്തിൽ നിരന്തരം അവിടുത്തെ സ്തുതികളാണ്. എൻ്റെ ആത്മാവ് കർത്താവിൽ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമം പുകഴ്ത്താം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. എൻ്റെ സർവ്വഭീതികളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ ഉറ്റുനോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഭഗ്നാശമാകാതിരിക്കട്ടെ. ഈ എളിയവൻ വിളിച്ചപേക്ഷിച്ചു, കർത്താവ് കേട്ടു. അവൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിച്ചു. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ചുറ്റും അവിടുത്തെ ദൂതൻ പാളയമടിച്ച്
അവരെ വിടുവിക്കുന്നു. കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്ന മാനവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. എന്തെന്നാൽ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറഞ്ഞു പോവുകയില്ല. മക്കളെ വരുവിൻ, എന്നെ ശ്രവിക്കുവിൻ. ഞാൻ നിങ്ങളെ കർത്തൃഭയം അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നന്മ കാണാൻ ദിനങ്ങൾ കാംക്ഷിക്കുകയും ചെയ്യുന്നവനാര്? തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് നിന്റെ അധരങ്ങളെയും കാത്തു സൂക്ഷിക്കുക. തിന്മ വിട്ടകന്ന് നന്മ ചെയ്യുക. സമാധാനം തേടി അതിനെ പിന്തുടരുക. നീതിമാന്മാരിലേക്കാണ് കർത്താവിൻ്റെ കണ്ണുകൾ, അവിടുത്തെ കാതുകൾ അവരുടെ നിലവിളിയിലേക്കും. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവിൻ്റെ മുഖം അവർക്കെതിരെയാണ്. നിലവിളിക്കുമ്പോൾ കേൾക്കുന്നവനാണ് കർത്താവ്. അവരുടെ സകലവിധ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ വളരെയാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടനെ സംഹരിക്കും. നീതിമാനെ ദ്വേഷിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവൻ പരിത്രാണം ചെയ്യുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്ന ആരും ശിക്ഷിക്കപ്പെടുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം. അപ്പോൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത്. എന്തെന്നാൽ അവർ പറയുന്നു, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ളതും ദുർവഹവുമായ ചുമടുകൾ മനുഷ്യരുടെ ചുമലുകളിൽ കെട്ടിവച്ചു കൊടുക്കുന്നു. അവർ വിരൽ കൊണ്ടുപോലും അവ നീക്കാനാകട്ടെ തയ്യാറാകുന്നുമില്ല. മനുഷ്യരാൽ കാണപ്പെടാൻ വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും മനുഷ്യരാൽ റബ്ബി എന്ന സംബോധനവും അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഗുരു ഒന്നേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ, സ്വർഗസ്ഥനായവൻ. നിങ്ങൾ ആചാര്യന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ആചാര്യൻ ഒന്നേയുള്ളൂ, ക്രിസ്തു. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്നു. കാരണം നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിയായി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. മൂഢരും അന്ധരുമായവരെ, ഏതാണ് വലുത്, സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്, കാഴ്ച വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു.
സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൊണ്ടും അതിലിരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ കർപ്പൂര, തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ വഴികാട്ടികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും അത്യാർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ ഫരിസേയ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധമാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധമാക്കുക. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമെ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നീതിമാന്മാരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരുടെ പങ്കാളികളാവുമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്കു തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ പാപത്തിൻ്റെ അളവ് നിങ്ങൾ പൂർത്തിയാക്കുവിൻ. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്ന് നിങ്ങളെങ്ങനെ ഓടിയകലും? അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നീതിമാനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബെറാക്കിയായുടെ പുത്രൻ സക്രിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട നീതിയുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്ന പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.